വന്നു. കേട്ടോളൂ വാചകം. ഈ പാഠപുസ്തകം നമ്മളെ ശ്രദ്ധപ്പെടാൻ എന്താ കാരണം എന്ന് വെച്ചാല് മുജാഹിദ് പിളർന്നപ്പോ ഔദ്യോഗിക ഇരിപ്പിന്റെ പാഠപുസ്തകമായത്. ആ മറു ഗ്രൂപ്പ് ഇതിനെതിരെ വിമർശനം ഉന്നയിക്കാൻ തുടങ്ങി. മറു ഗ്രൂപ്പിന്റെ പത്രത്തിൽ ഷബാബിൽ അവർ എഴുതി, പാഠപുസ്തകത്തിലെ ഹദീസിൽ ഏതായാലും കൊടുത്തത് ശരിയില്ല. കാരണം മറഞ്ഞ വഴിക്ക് ലോകത്തിന് എവിടെയും സ്വലാത്ത് ചെല്ലാൽ നബി കേൾക്കും കാണുന്ന ഹദീസിലുള്ളത്. അപ്പൊ അത് ഖുറാഫിക്ക് തെളിവാകൂലേ എന്ന് ഇവർ ചോദിച്ചു. അപ്പൊ മറുവിഭാഗം അതിന് അവരെ പത്രത്തിൽ മറുപടി എഴുതി, ഖുറാഫിക്ക് തെളിവാകുമല്ലേ, നോക്കേണ്ട ആവശ്യം നമുക്കില്ല, അല്ലാന്റെ റസൂൽ പറഞ്ഞ കാര്യം നമ്മൾ അങ്ങനെ തന്നെ എഴുതും. അങ്ങനെ മഹാ കച്ചറയാണല്ലോ. അപ്പൊ തിരിച്ചു വരെഴുതി, കൊടുത്തോളം ചങ്ങാതിമാരെ ഹദീസ് ഞങ്ങൾക്കിന് വിരോധമല്ല, പക്ഷെ ഹദീസിന് വ്യാഖ്യാനം കൊടുത്തുകൂടായിരുന്നോ? ലോകത്തിന്റെ മുക്കുമൂലകളിൽ ആര് സ്വലാത്ത് ചൊല്ലിയാലും ആ സ്വലാത്ത് ഞാൻ തത്സമയം കാണും നബി തങ്ങൾ പറഞ്ഞതിന് കാണുന്ന വാക്കിന് അതായത് പ്രതിഫലം എത്തിക്കപ്പെടുന്ന ഒരു വ്യാഖ്യാനം കൊടുത്താൽ നമ്മൾ രക്ഷപ്പെടില്ലായിരുന്നോ? മറ്റു സുന്നികൾ കൊണ്ടെടുക്കൂലായിരുന്നു. അപ്പൊ ഇതിനൊരു മറുപടി അറിയാം, അല്ലാന്റെ റസൂലിന്റെ ഹദീസിന് സ്വന്തം വ്യാഖ്യാനം കൊടുക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല, ഞങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കും. കണ്ടോ എന്താ മുജാഹിദുകൾ മറുപടി പറയുന്നത്? ആര് വിമർശിച്ചാലും ആര് എതിർത്താലും ആര് കൊണ്ടു നടന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ടെങ്കിൽ അതിന് സ്വന്തമായ വ്യാഖ്യാനം നൽകാൻ ഞങ്ങൾ തയ്യാറല്ല. അത് കൃത്യമായി ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുമെന്ന നിലപാട് സ്വീകരിച്ചവരാണ് മുജാഹിദുകൾ എന്ന് പറയുന്നത്. സാക്ഷാൽ അമ്പലക്കടവനാണ്. മൂപ്പരത് കേട്ടു, അമ്പലക്കടവിന്ന് കേട്ടതാ ഇല്ലേ? അപ്പൊ അദ്ദേഹത്തിന് പോലും കൃത്യമായി മനസ്സിലായി മുജാഹിദുകൾ ഹദീസുകൾ കൃത്യമായി പറയുന്നവരാണ്. അത് പിന്നെ സ്വന്തം അഭിപ്രായം മാനിക്കണം, അല്ലെങ്കിൽ സ്വന്തമായി കോട്ടിമാട്ടിൽ നടത്തണം, ബുദ്ധിക്കനുസൃതമായി വ്യാഖ്യാനിക്കണം എന്ന നിലപാട് മുജാഹിദുകൾ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ കൃത്യമായി ആശയം പഠിപ്പിച്ചു കൊടുത്തവരാ മുജാഹിദുകൾ. അങ്ങനെ ആശയം കൃത്യമായി പറഞ്ഞു എന്നതാണ് കേരള സമൂഹത്തോട് മുജാഹിദുകൾ ചെയ്ത തെറ്റ്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ അമ്പലക്കടവന്മാര് സമൂഹത്തോട് പറഞ്ഞു പഠിപ്പിച്ചെന്നറിയോ? എന്താ ഇവര് സമൂഹത്തോട് പറഞ്ഞു പഠിപ്പിച്ചത്? മുജാഹിദ് പ്രസ്ഥാനം എങ്ങോട്ട് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് മിസ്റ്റർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ 23-ാമത്തെ പേജിൽ കാണാം, സാധാരണക്കാരന് മതപണ്ഡിതനെ പിൻപറ്റൽ നിർബന്ധമാണ്. പണ്ഡിതൻ സത്യം പറയട്ടെ, കളവ് പറയട്ടെ, അല്ലെങ്കിൽ ശരി പറയട്ടെ, അബദ്ധം പറയട്ടെ, സാധാരണക്കാരുടെ ബാധ്യത പണ്ഡിതൻ പറയുന്നത് സ്വീകരിക്കലാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ഇത് മുജാഹിദുകളുടെ പുസ്തകമല്ല, നേരെ മറിച്ച് സാക്ഷാൽ അമ്പലക്കടവ് ഫൈസി എഴുതിയ പുസ്തകത്തിലാ പറയുന്നത്, സാധാരണക്കാരന് മതപണ്ഡിതനെ പിൻപറ്റൽ നിർബന്ധമാണ്. പണ്ഡിതൻ സത്യം പറയട്ടെ, കളവ് പറയട്ടെ, ശരി പറയട്ടെ, അബദ്ധം പറയട്ടെ, സാധാരണക്കാരുടെ ബാധ്യത പണ്ഡിതൻ പറയുന്നത് സ്വീകരിക്കലാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞ് കിതാബ് ഉദ്ധരിക്കുന്നു. അപ്പോ മൊയ്ലാര് കള്ളം പറഞ്ഞാലും വേണ്ടില്ല, സാധാരണക്കാരങ്ങ് വിശ്വസിച്ചോളം. മൊയ്ലാര് തെറ്റ് പറഞ്ഞാലും വേണ്ടില്ല, സാധാരണക്കാരങ്ങ് വിശ്വസിച്ചോളം. മൊയ്ലാര് അബദ്ധം പറഞ്ഞാലും വേണ്ടില്ല, സാധാരണക്കാരങ്ങ് വിശ്വസിച്ചോളം, അതിൽ ഇജ്മാ ഉണ്ട് എന്ന് പുസ്തകം എഴുതി സമൂഹത്തെ പഠിപ്പിച്ചിട്ട് ഈ മൊയ്ലാക്കന്മാരുടെ അടുത്ത് ഉള്ള കളവ് നുണ മുഴുവൻ അടിച്ചു വിട്ടു. തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ അബദ്ധങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു, കളവ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സമൂഹത്തെ വിരട്ടി. ഇജ്മാ ഉള്ള കാര്യം എന്ത്? ഞങ്ങൾ കള്ളം പറഞ്ഞാലും നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നോണം, ഞങ്ങൾ അബദ്ധം പറഞ്ഞാലും നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നോണം എന്ന് മാത്രമല്ല, ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ അവർക്കൊരു മടിയും ഉണ്ടായില്ല എന്നാണ് ഇവരെ കൂടെ നടന്ന ആളുകൾ പറയുന്നത്. ഈ പുസ്തകം മുഹമ്മദ് കോയ കെ മുഹമ്മദ് കോയ എഴുതിയ പുസ്തകമാണ്. ശംസുൽ ഉലമക്ക് ഒരു തുറന്ന കത്ത് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ നമുക്ക് കാണാം എന്താന്നല്ലേ, 1950-കളിൽ നെടിയിരിപ്പിനടുത്ത ചെറളയിൽ വെച്ച് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും താങ്കളുമായി ജലാലത്തിന്റെ ഇസ്മിനെ കുറിച്ചൊരു സംവാദം നടന്നിരുന്നുവല്ലോ. ഇ കെ അബൂബക്കർ മുസ്ലിയാർ ജീവിച്ചിരിക്കുമ്പോ കെ എം മുഹമ്മദ് കോയ മാത്തോട്ടം ഈ ശംസുൽ ഉലമക്കൊരു തുറന്ന കത്തെഴുതുകയാണ്. ആ കത്തിൽ പറയുകയാണ്, 1950-കളിൽ നെടിയിരിപ്പിനടുത്ത ചെറളയിൽ വെച്ച് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും താങ്കളുമായി ജലാലത്തിന്റെ ഇസ്മിനെ കുറിച്ച് ഒരു സംവാദം നടന്നിരുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ അന്നൊരു തർക്കമുണ്ടായി. അല്ലാ തർക്കം. അത് മുജാഹിദ് വന്നിട്ടുണ്ടായ തർക്കമല്ല കേട്ടോ, അത് മുജാഹിദുകൾ വന്നിട്ടുണ്ടായ കലഹല്ല, ഭിന്നിപ്പല്ല. നേരെ മറിച്ച് ഇവിടെ മുജാഹിദുകൾ ഭിന്നിപ്പുണ്ടാക്കുന്നു, അതുകൊണ്ട് മുജാഹിദുകളെ എതിർക്കണം എന്ന് പറഞ്ഞ് വാദിച്ചു വന്ന ആൾക്കാര് നമുക്കറിയാം. അവര് ഭിന്നിച്ച് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏകാക്ഷരങ്ങൾ അവസാനിച്ചിട്ട് അവസാനം ദ്വയാക്ഷരങ്ങളിൽ
APEK എന്ന് ഭിന്നിച്ചവരായവര്. ആ